നമസ്കാരം വിദ്യാർത്ഥികളെ. ഇന്ന് നമ്മൾ വെളുത്ത തൊപ്പി എന്ന മനോഹരമായൊരു കഥയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ലോകബാബു എന്ന എഴുത്തുകാരനാണ് ഈ കഥ രചിച്ചിരിക്കുന്നത്. നഗരങ്ങളിൽ നടക്കുന്ന വികസനവും അതിനായി കഷ്ടപ്പെടുന്ന കുടിയേറ്റ തൊഴിലാളികളുടെയും അവരുടെ കുട്ടികളുടെയും ജീവിതം ഈ കഥ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. കുട്ടിക്കാലത്തെ സ്വപ്നങ്ങളും ഒറ്റപ്പെടുത്തലുകളും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വീരത്വവും ഒരു വ്യക്തിയുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നതുമെല്ലാം ഇതിലെ പ്രധാന പ്രമേയങ്ങളാണ്. ഈ കഥ നടക്കുന്നത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിലാണ്. പുതിയ നിർമ്മാണങ്ങൾ കാരണം ഓരോ വർഷവും നഗരത്തിന്റെ രൂപം മാറിക്കൊണ്ടിരുന്നു. ഈ കെട്ടിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ ഗ്രാമം ദൂരെയായതുകൊണ്ട് ദിവസവും തിരികെ പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവർ താൽക്കാലിക കൂടാരങ്ങൾ കെട്ടി, അടുപ്പുകൂട്ടി, ഭക്ഷണം പാകം ചെയ്ത് അവിടെ തന്നെ താമസിച്ചു. കേശവന്റെ കുടുംബവും അത്തരത്തിലൊരു തൊഴിലാളി കുടുംബമായിരുന്നു. 8 വയസ്സുള്ള ചെറിയ ഇരുണ്ട നിറമുള്ളൊരു കുട്ടിയായിരുന്നു കേശവ്. അവന്റെ മാതാപിതാക്കൾ ബേമേത ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ എത്തിയത്. ഇവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കാം. വികസനവും തൊഴിലാളികളുടെ ജീവിതവും തമ്മിലുള്ള ഏത് സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്? സാധ്യമായ ഉത്തരം വികസനം എന്നത് ദരിദ്രരായ തൊഴിലാളികളുടെ അധ്വാനത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും നഗരവികസനത്തിനായി അധ്വാനിക്കുന്ന ഈ ജനവിഭാഗം വളരെ കഷ്ടപ്പാടുകളിലൂടെയാണ് ജീവിക്കുന്നതെന്നും ഇത് എടുത്തു കാണിക്കുന്നു. ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തിൽ 3ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ കഴിഞ്ഞ് കേശവ് മുത്തച്ഛനോട് മാതാപിതാക്കളുടെ അടുത്തേക്ക് നഗരത്തിലേക്ക് പോകാൻ നിർബന്ധം പിടിച്ചു. അവന്റെ നിർബന്ധം സഹിക്കവയ്യാതെ മുത്തച്ഛൻ അവനെ ബസ്സിൽ കയറ്റി മാതാപിതാക്കളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ എത്തിയ കേശവ് പകൽ മുഴുവൻ കുടുംബത്തിന്റെ താൽക്കാലിക കൂടാരത്തിൽ ഒറ്റയ്ക്ക് കഴിയാൻ നിർബന്ധിതനായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ പുറത്തിറങ്ങി ചുറ്റുമുള്ള കോളനികളിൽ കറങ്ങി നടന്നു. അപ്പോഴാണ് ഒരു കോളനിക്ക് സമീപം കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് അവൻ കണ്ടത്. അവൻ ഒരു വേപ്പിൻ ചുവട്ടിൽ തണലിൽ ഇരുന്ന് അവരെ നോക്കി. ഇവിടെ ഒരു ചോദ്യം. കേശവന്റെ വ്യക്തിത്വത്തിന്റെ എന്ത് പ്രത്യേകതകളാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സാധ്യമായ ഉത്തരം കേശവ് ഏകാന്തനും നിരീക്ഷകനും സ്ഥിരോത്സാഹിയുമാണ്. അവൻ ആദ്യം കളിക്കളത്തിൽ ചേരാൻ മടിക്കുന്നവനുമായിരുന്നു. കേശവ് എല്ലാ ദിവസവും കുട്ടികളുടെ കളി കാണാൻ വരുമായിരുന്നു. ആദ്യം കുട്ടികൾ അവനെ കളിയിൽ ഉൾപ്പെടുത്തിയില്ല, പകരം അവനെ കളിയാക്കാൻ തുടങ്ങി. ചിലപ്പോൾ അവന്റെ തലയിൽ തബല കൊട്ടുന്നതുപോലെ തട്ടി, ചിലപ്പോൾ തമാശയായി തലയിൽ കൈവച്ച് അമർത്തുകയും ചെയ്യുമായിരുന്നു. എന്നിട്ടും കേശവ് ചിരിക്കുമായിരുന്നു. ചില മുതിർന്ന കുട്ടികൾക്ക് അവനോട് സഹതാപം തോന്നി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ കുട്ടികളുടെ കളിക്ക് അത്യാവശ്യ ഘടകമായി മാറി. ഏതെങ്കിലും കുട്ടി കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ അവർ കേശവനെ അവന്റെ വീട്ടിലേക്ക് അയച്ചു വിളിപ്പിക്കുമായിരുന്നു. കുട്ടിയെ വിടാൻ മാതാപിതാക്കൾക്ക് താൽപ്പര്യമില്ലായിരുന്നെങ്കിൽ അവർ കേശവനെ വഴക്കു പറഞ്ഞ് തിരിച്ചയക്കുമായിരുന്നു. ഗുല്ലു ഇന്ന് കളിക്കാൻ പോകില്ല, അവൻ പഠിക്കും, നീ ഇവിടെ നിന്ന് ഓടിപ്പോകൂ എന്നെല്ലാം അവർ പറയുമായിരുന്നു. കേശവ് നിഷ്കളങ്കമായി മറുപടി പറയുമായിരുന്നു. ചർച്ച ചെയ്യാനുള്ള ചോദ്യം. ഗുല്ലുവിനെ കളിക്കാൻ വിടണ്ട എന്ന വീട്ടുകാരുടെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സാധ്യമായ ഉത്തരം മാതാപിതാക്കളുടെ പ്രവൃത്തികൾ തങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെയും ഭാവിയെയും കുറിച്ചുള്ള സാധാരണ ആശങ്കയെ പ്രതിഫലിപ്പിക്കുന്നു. കളിക്കുന്നതൊരു തടസ്സമായി അവർ കണ്ടിരിക്കാം. കേശവനോടുള്ള അവരുടെ കാർക്കശ്യം ഒരു സംരക്ഷണ വാസനയിൽ നിന്നോ ഒരുതരം വർഗപക്ഷപാതത്തിൽ നിന്നോ ആകാം. കെട്ടിടങ്ങളിൽ നിന്നും കുറ്റിക്കാടുകളിൽ നിന്നും അഴുക്കുചാലിൽ നിന്നും പന്ത് കൊണ്ടുവരുന്നത് കേശവന്റെ ചുമതലയായിരുന്നു. പലപ്പോഴും പന്ത് കുട്ടികൾ കളിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു ക്രൂര ദമ്പതികളുടെ പറമ്പിൽ പോയി വീണുമായിരുന്നു. അവിടേക്ക് പന്ത് ചോദിക്കാൻ പോയാൽ അപമാനിക്കപ്പെടുമോ എന്ന ഭയവും പന്ത് നഷ്ടപ്പെടുമോ എന്ന ഭയവും വലിയ കുട്ടികൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കേശവനെ ആ പറമ്പിലേക്ക് ഇറക്കി വിടുമായിരുന്നു. കേശവ് കുരന്നിനെ പോലെ പന്ത് തപ്പിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞ് കുട്ടികൾ അവനെ തിരികെ പറമ്പിന് പുറത്തേക്ക് വലിച്ചു കയറ്റുകയും ചെയ്യുമായിരുന്നു. കളിയുടെ മിക്ക സമയങ്ങളിലും കേശവ് അരികിലിരുന്ന് കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുമായിരുന്നു. ഒരു ടീമും അവനെ തങ്ങളുടെ ഭാഗത്ത് കളിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. കേശവ് മാതാപിതാക്കളോട് തനിക്കൊരു ബാറ്റും ബോളും വാങ്ങിക്കൊടുക്കാൻ പലതവണ അപേക്ഷിച്ചു. എന്നാൽ മാതാപിതാക്കൾ അവനെ ശാസിച്ചിരുന്നു. നീ നല്ല മാർക്കോടെ 5ാം ക്ലാസ് പാസ്സായാൽ ഒരു ബോൾ വാങ്ങിത്തരാം, ഒരു ബാറ്റ്, അതിനെക്കുറിച്ചും അപ്പോൾ ആലോചിക്കാം. പാവം കേശവ് പകൽ വിഷമിച്ച് കിടക്കുമായിരുന്നു. എന്നാൽ രാത്രിയിൽ അവൻ സ്വയം ക്രിക്കറ്റ് കളിക്കുന്നതായി സ്വപ്നം കാണുമായിരുന്നു. അവന്റെ കൈകളിൽ പുതിയ ബാറ്റും തലയിൽ തിളങ്ങുന്ന വെളുത്തു തൊപ്പിയും ഉണ്ടായിരുന്നു. കാലുകളിൽ മനോഹരമായ കട്ടിയുള്ള പാഡുകൾ കെട്ടിയിരുന്നു. തടിച്ച തവളയെപ്പോലെ കാണുന്ന ആ രൂപത്തെക്കുറിച്ച് അവൻ മനസ്സിൽ ചിരിക്കുമായിരുന്നു. അവൻ റൺസിനുമേൽ റണ്ണ് നേടുകയായിരുന്നു. ചിലപ്പോൾ അവൻ പിറുപിറുത്ത് എഴുന്നേൽക്കുമ്പോൾ മാതാപിതാക്കളുടെ വഴക്കും കേൾക്കേണ്ടി വരുമായിരുന്നു. ഇവിടെ ഒരു ചോദ്യം. കേശവ് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു സ്വപ്നം കാണുന്നത്? സാധ്യമായ ഉത്തരം താൻ ഇഷ്ടപ്പെടുന്ന കളിയിൽ ഉൾപ്പെടാനും അംഗീകരിക്കപ്പെടാനുമുള്ള അവന്റെ ആഴത്തിലുള്ള ആഗ്രഹത്തിന്റെ പ്രകടനമാണ് ഈ സ്വപ്നം. ഇത് അംഗീകാരത്തിനും കഴിവിനും ഒരുപക്ഷെ മെച്ചപ്പെട്ട ജീവിതത്തിനുമുള്ള അവന്റെ വാഞ്ചയെ പ്രതിനിധാനം ചെയ്യുന്നു. കോളനിയിലെ കുട്ടികൾ ഹോളിക്കു വേണ്ടി പണം പിരിച്ച് പുതിയ ക്രിക്കറ്റ് സാമഗ്രികളും ഒരു ഷീൽഡും വാങ്ങി. 4 ദിവസത്തെ ടെസ്റ്റ് മത്സരം നിശ്ചയിച്ചു. വിജയിക്കുന്ന ടീമിന് ആ ഷീൽഡ് സ്വന്തമാക്കാമെന്നും തീരുമാനിച്ചു. കേശവിന് ഒരു ടീമിലും സ്ഥാനം ലഭിച്ചില്ല. കളി നന്നായി മുന്നോട്ടു പോകുമ്പോൾ ഒരു ബാറ്റ്സ്മാൻ ഒരു സിക്സർ അടിച്ചു. പന്ത് അടുത്തുള്ള നിർമ്മാണത്തിലിരിക്കുന്ന 3 നില കെട്ടിടത്തിന്റെ ടെറസിൽ പോയി വീണു. ഇതവരുടെ ഒരേയൊരു പുതിയ ബോളായിരുന്നു. കെട്ടിടത്തിന് പിന്നിലുള്ള ഇളകിയാടുന്ന കോണിപ്പടി വഴി ടെറസിൽ കയറുന്നത് അവർക്ക് പ്രയാസമായിരുന്നു. കളി നിന്നു. അവർ പരസ്പരം ശപിച്ചു വേപ്പിൻ ചുവട്ടിൽ വന്നു നിന്നു. അവർക്ക് നിരാശ തോന്നി. പെട്ടെന്ന് നിരാശരായ കുട്ടികൾക്കിടയിലേക്ക് അവരുടെ പന്ത് വന്ന് വീണു.
അമ്പരന്ന കുട്ടികൾ കണ്ടത് ആ കെട്ടിടത്തിന്റെ ടെറസിൽ കേശവ് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയും അവിടെ നിന്ന് കൈ വീശുകയും ചെയ്യുന്നുമാണ്. കുട്ടികൾ സന്തോഷത്തിൽ തുള്ളിച്ചാടി. ഒരു വലിയ കുട്ടി സന്തോഷത്തോട് പറഞ്ഞു, "ഓ, ഇവൻ ടാർസനാണ്, വരൂ, പണി എളുപ്പമായി." ചർച്ച ചെയ്യാനുള്ള ചോദ്യം: കുട്ടികളുടെ ഈ പെരുമാറ്റം ഉചിതമാണോ? എന്തുകൊണ്ട്? സാധ്യമായ ഉത്തരം: പന്ത് തിരികെ ലഭിക്കാനും കളി പുനരാരംഭിക്കാനുമുള്ള അവരുടെ അടിയന്തര ശ്രദ്ധയാണ് ഇവിടെ കാണിക്കുന്നത്. കേശവിന്റെ സുരക്ഷയെക്കുറിച്ചോ ക്ഷേമത്തെക്കുറിച്ചോ അവർക്ക് യാതൊരു പരിഗണനയുമില്ല. ഇത് സ്വാർഹതയും കേശവനെ ഒരു ഉപകരണമായി മാത്രം കാണുന്ന സമീപനവും തുടരുന്നു എന്ന് കാണിക്കുന്നു. കുട്ടികൾ വീണ്ടും കളിയിൽ മുഴുകി. അവരുടെ പന്ത് കുട്ടിക്കാട്ടിലേക്ക് പോയപ്പോൾ കളി കുറച്ചുനേരം നിന്നപ്പോൾ അവർക്ക് കേശവിന്റെ ആവശ്യം വീണ്ടും തോന്നി. എന്നാൽ കേശവ് എവിടെയും ഉണ്ടായിരുന്നില്ല. 2 കുട്ടികൾ കെട്ടിടത്തിന്റെ പിന്നിലുള്ള കോണിപ്പടിയിലേക്ക് ഓടിച്ചെന്ന് കണ്ടപ്പോൾ അവർ നിലവിളിച്ച്, "ദാ, ഇവൻ മരിച്ചെന്ന് തോന്നുന്നു." മറ്റു കുട്ടികളും പരിഭ്രാന്തരായി അങ്ങോട്ടോടി. ഒരു കുട്ടി നിലത്ത് ബോധമില്ലാതെ കിടന്ന കേശവന്റെ തലയിൽ വെള്ളം തളിച്ചു. കേശവന്റെ ശരീരത്തിൽ നേരിയ ചലനമുണ്ടായി. അവൻ പിറുപിറുക്കാൻ തുടങ്ങി. "എന്റെ കാൽ, എന്റെ കൈ." പരിഭ്രാന്തനായ ഒരു കുട്ടി പറഞ്ഞു. 2 പേർ ചൗക്കുവരെ, അതായത് ചെക്ക് പോസ്റ്റ് വരെ ഓടിച്ചെന്ന് ഏതെങ്കിലും ഓട്ടോയോ ടാക്സിയോ കിട്ടിയാൽ ഉടനെ കൊണ്ടുവരൂ, ആശുപത്രിയിൽ കൊണ്ടുപോകണം, നമുക്കിവനെ എടുത്ത് കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ നിരപ്പായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. കുട്ടികൾ ശ്രദ്ധയോടെ കേശവനെ എടുത്ത് കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ നിരപ്പായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും കേശവന്റെ മാതാപിതാക്കളും ഓടിവന്നു. കേശവന്റെ അമ്മ അലറിക്കരഞ്ഞു. അപ്പോൾ തന്നെ ഓട്ടോയും വന്നു. കേശവനെ അതിൽ കിടത്തി മാതാപിതാക്കളും അവനോടൊപ്പം ഓട്ടോയിൽ കയറി. കുട്ടികളുടെ അടുത്ത ദിവസം ശൂന്യമായി കടന്നുപോയി. അവർ വീട്ടുകാരോട് പറയാതെ നാളെ സൈക്കിളിൽ കേശവൻ ചികിത്സയിലായിരുന്ന ആശുപത്രിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ അവർ കണ്ടത് ഒരു ഓട്ടോ കേശവന്റെ താൽക്കാലിക കൂടാരത്തിനടുത്ത് നിന്ന് അതിൽ നിന്ന് കേശവന്റെ മാതാപിതാക്കൾ ഇറങ്ങി കൂടാരത്തിനകത്തേക്ക് പോകുന്നതാണ്. എന്നാൽ കേശവ് എവിടെ? അവർ തങ്ങളുടെ ഒരു കൂട്ടുകാരനെ കേശവനെക്കുറിച്ച് രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കാൻ അയച്ചു. അവൻ ഓട്ടോ ഡ്രൈവറുമായി സംസാരിച്ചു. ഓട്ടോയിൽ ഒളിഞ്ഞു നോക്കി തിരിച്ചുവന്നു. അവൻ പരിഭ്രാന്തമായ ശബ്ദത്തിൽ പതുക്കി പറഞ്ഞു, "ദാ, ഓട്ടോയിൽ കേശവ് ഒരു വശം ചെരിഞ്ഞു കിടക്കുന്നു. അവൻ എന്നെ കണ്ടില്ല. അവന്റെ ഒരു കൈയിലും ഒരു കാലിലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അവർ തങ്ങളുടെ സാധനങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി അതേ ഓട്ടോയിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുകയാണെന്നും അവിടെ നിന്ന് ബസ്സിൽ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകുമെന്നും ഓട്ടോക്കാരൻ പറഞ്ഞു. പാവം കുട്ടിയുടെ എല്ലുകൾ ഒടിഞ്ഞുപോയി. അത് നമ്മുടെ കാരണം കൊണ്ടുമാണ്." കുട്ടികൾക്ക് കുറ്റബോധം തോന്നി. സ്ഥിരമായി താമസസ്ഥലമില്ലാത്ത ദരിദ്രരായ തൊഴിലാളി കുടുംബം തങ്ങളുടെ 2 3 കെട്ടുകൾ പെട്ടെന്നെടുത്ത് ഓട്ടോയിൽ തിരികെയിരുന്നു. ഓട്ടോ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. കളിക്കാർ നിൽക്കുന്നിടത്തെത്തിയപ്പോൾ അവർ റോഡ് വളഞ്ഞ് ഓട്ടോ തടഞ്ഞു. "അങ്കിൾ, കേശവനെങ്ങനെയുണ്ട്? ആന്റി, ഡോക്ടർ എന്ത് പറഞ്ഞു? പെട്ടെന്ന് സുഖമാകില്ലേ?" എല്ലാ കുട്ടികളും ഓട്ടോയെ ചുറ്റിപ്പറ്റി നിന്ന് കേശവനെ നോക്കി അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചു. കേശവന് വേദനയുണ്ടായിരുന്നു. എന്നാൽ കുട്ടികളുടെ ശബ്ദം കേട്ട് അവൻ ഉണർന്നു അവരെ നോക്കി തിടന്നുകൊണ്ട് പുഞ്ചിരിക്കുകയായിരുന്നു. തന്റെ ഒരു കൈ ഉയർത്തിയപ്പോൾ കുട്ടികൾ അവനോട് കൈ കൊടുക്കാൻ ഓടിക്കൂടി. കുട്ടികളുടെ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു, "നിനക്ക് പെട്ടെന്ന് സുഖമാകും കേശവ്." എന്നിട്ട് തന്റെ കയ്യിലുള്ള ബിസ്ക്കറ്റ് പാക്കറ്റ് കേശവന്റെ അമ്മയ്ക്ക് കൊടുത്തു. "ആന്റി, വഴിയിൽ വിശക്കുമ്പോൾ ഇത് കൊടുക്കണേ." ആദ്യ ടീമിന്റെ ക്യാപ്റ്റൻ കേശവനോട് പറഞ്ഞു, "ഇനി നീ തിരികെ വരുമ്പോൾ കേശവ് ഞങ്ങളുടെ ടീമിനൊപ്പം കളിക്കണം." കുട്ടികൾ തങ്ങളുടെ ബാറ്റുകൾ, പാഡുകൾ, സ്റ്റമ്പുകൾ, ബോൾ, ഒരു ടീമിനും സ്വന്തമാക്കാൻ കഴിയാത്ത ഷീൽഡും ഓട്ടോയുടെ പിന്നിൽ വെച്ച് കേശവന് കാണിച്ചു കൊടുത്തു. ഒരു ക്യാപ്റ്റൻ തന്റെ പോക്കറ്റിൽ നിന്ന് വെളുത്ത തൊപ്പിയെടുത്ത് കേശവന്റെ തലയുടെ അടുത്ത് വെച്ചു കൊടുത്തു. ഓട്ടോ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ കേശവ് അച്ഛനോട് പറഞ്ഞു, "ബാബു, എനിക്കിത് തലയിൽ വെച്ചു തരൂ." അച്ഛൻ വെളുത്ത തൊപ്പി കേശവന്റെ തലയിൽ വെച്ചു കൊടുത്തു. ഓട്ടോ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൂരെയായിരുന്ന ക്രിക്കറ്റ് ടീമുകൾ, അവർ അപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് ഓട്ടോയെ നോക്കി കൈ വീശുകയായിരുന്നു. കേശവ് തന്റെ ഒരു കൈകൊണ്ട് തലയിലെ തൊപ്പി ഊരി ഓട്ടോയുടെ പുറത്തേക്ക് വീശാൻ തുടങ്ങി. അവസാനത്തെ ചോദ്യം: ഓട്ടോയുടെ പുറത്തേക്ക് തൊപ്പി വീശുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? സാധ്യമായ ഉത്തരം: തൊപ്പി വീശുന്നത് കേശവന്റെ അംഗീകാരത്തെയും കഷ്ടപ്പാടുകളിൽ നിന്നുള്ള അവന്റെ വിജയത്തെയും അവന് പുതുതായി ലഭിച്ച ഉൾപ്പെടലിനെയും അംഗീകാരത്തിന്റെയും തോന്നലിനെയും പ്രതികരിക്കുന്നു. വെളുത്ത തൊപ്പി ക്രിക്കറ്റ് കളിക്കാനുള്ള അവന്റെ സ്വപ്നത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ പരിക്കേറ്റെങ്കിലും അവനെ അംഗീകരിക്കുകയും ടീമിലൊരു സ്ഥാനം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇത് പ്രതീക്ഷയുടെയും കഴിഞ്ഞുപോയ കാലത്തിലെ പുറന്തള്ളലുകളോട് വിട പറയുന്നതിന്റെയും അടയാളമാണ്.